ഉപയോഗശൂന്യമായിരുന്ന കിണറിടം നടുവട്ടത്തിന് തണലിടമായി മാറുകയാണ്. കിണറ്റിൻകരയിലെ കൊച്ചു വർത്തമാനങ്ങളും തമാശകളുമായി സുഹൃത്തുക്കൾ ഇനി ഇവിടെ സജീവമാകും. ആകർഷകമായി തണലും ഇരിപ്പിടങ്ങളും ഒരുക്കിയ കിണർ പരിസരം മേയർ ബീന ഫിലിപ്പ് സമർപ്പിച്ചു. ഏറെക്കാലം നാട്ടുകാർക്ക് വറ്റാത്ത കുടിവെള്ള സ്രോതസ്സായിരുന്നു നടുവട്ടത്തെ പൊതുകിണർ. പൈപ്പ് വെള്ളം സുലഭമായതോടെ ഉപയോഗശൂന്യമായി പോയ ആ കിണറിന്റെ പരിസരം ഇനി മുതിർന്ന പൗരന്മാർക്കുള്ള തണലിടമാണ്. സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങളൊരുക്കി മതിലുകളിൽ വർണ്ണശബളമായ ചിത്രങ്ങൾ വരച്ച് പൂച്ചെടികൾ നിരത്തി പാഷൻ ഫ്രൂട്ട് വള്ളിച്ചെടികൾ കൊണ്ടൊരു മേലാപ്പുമൊരുക്കി നാട്ടുകാർക്ക് സമർപ്പിച്ചു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. എന്ത് ചെയ്യുമ്പോഴും പണം ചെലവാക്കുന്നതോടൊപ്പം നമ്മുടെ സമയവും ചെലവഴിക്കുന്നു, നമ്മുടെ മനസ്സും അതിനോടൊപ്പം പോകുമ്പോൾ അത് ഏറ്റവും ഉദാത്തമായ ഒരു പ്രക്രിയയായിട്ട് മാറുകയാണ്. കുറേ പേര് അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് എപ്പോഴും കിടന്ന അയ്യോ നാളെ വെള്ളം വേണമല്ലോ, നാളെ നമ്മുടെ ആൾക്കാർ വരുമ്പോഴേക്കും ഇതൊക്കെ ഇവരൊക്കെ മനസ്സിലുണ്ട്. അവർ കൊടുക്കുന്ന ഒരു മനസ്സുണ്ട് ഈ പ്രവൃത്തിക്ക്. അതിനെ അങ്ങേയറ്റം വിലമതിക്കുന്നു. 50-ാം വാർഡ് കൗൺസിലറും നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ കെ കൃഷ്ണകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫാസിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ശിവദാസൻ, മുൻ കൗൺസിലർ പേരോത്ത് പ്രകാശൻ, അഴക് കോർഡിനേറ്റർ കബീർ, ഫാത്തിമ സുഹറ, പ്രിയ, മുതിർന്ന പൗരന്മാരായ മനോഹരൻ, തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇമേജ് മൾട്ടിമീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പെയിന്റിംഗ് സൗജന്യമായി ചെയ്തു നൽകിയത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.